ഭാരതം എന്നൊക്കെ കോൺഗ്രസ് ഒരു ഒരു അവരുടെ ഒരു പ്രൊപ്പഗാൻഡക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം കോഴിക്കോട് വരികയാണ്, പ്രിയങ്ക ഗാന്ധിയും എത്തുന്നു. ഇത് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് വിചാരിക്കുന്നത്, ഞാൻ കരുതുന്നത് ഇത് മോദിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇത് അടുത്ത തവണ ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പോരാട്ടമാണ്. അങ്ങനെ പോരാടുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചിന്തിക്കും, ആർക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് വേണം എന്ന് കോൺഗ്രസിന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് രാഹുലിനെയും പ്രിയങ്കയും ഒക്കെ അവർ നാളെ റോഡ് ഷോയ്ക്ക് ഇറക്കുന്നത്, രാഹുലിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. പരമ്പരാഗതമായി നിങ്ങൾക്ക് ലഭിച്ചു വന്നിരുന്ന ചില വോട്ടുകൾ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് കോൺഗ്രസ് മാത്രമല്ല ചില രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നുണ്ട്. വിശേഷിച്ച് മലബാറിന്റെ ഒരു രാഷ്ട്രീയം കൂടി പരിശോധിക്കുമ്പോൾ അല്ല ശ്രീ അഭിലാഷ്, ഒരു കാര്യം ആദ്യം ശ്രീമതി ലാലി വിൽസന്റെ അവർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാം. ഇടതുപക്ഷത്തിനാണ് പോലും അവസരവാദം. 2004 ഞങ്ങൾ അവസരവാദം കാണിച്ചു എന്നാണ്. നിങ്ങളല്ലേ ഞങ്ങൾക്ക് വെച്ച് നീട്ടിയത്. നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു അധികാരം ഞങ്ങൾക്ക് വേണ്ട എന്ന്. പിന്നെ നിങ്ങൾ 2004 ഗവൺമെന്റിൽ ഞങ്ങൾ കൂടണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നത് ശ്രീമതി സോണിയാഗാന്ധി അല്ലായിരുന്നോ? ഞങ്ങൾ പറഞ്ഞു വേണ്ട, ക്യാബിനറ്റ് മന്ത്രിമാർ പദം തന്നു, വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ എം പിമാരെയും സഹമന്ത്രിമാരാക്കാന്ന് പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ ജനവിരുദ്ധ നയം തിരുത്തണം. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചന കാട്ടുന്ന നവലിബറൽ നയങ്ങൾ, ജനങ്ങൾക്കെതിരായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കുന്ന നയം തിരുത്തണം. ആ നയം തിരുത്തി ഒരു പൊതുവിനമ പരിപാടി ഉണ്ടാക്കി. ആ പൊതുവിനമ പരിപാടിയിൽ നിങ്ങൾ എപ്പോൾ വ്യതിചലിക്കാൻ നോക്കിയോ അപ്പോഴെല്ലാം ഞങ്ങൾ ഇടപെട്ടു. പിന്നെ നിങ്ങൾ ഈ രാജ്യത്തെ തന്നെ പണയം വെക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് അതിലെ വസ്തുത. പിന്നെ വയനാടിന്റെ കാര്യം നമുക്ക് പറയാം. ഇത് അധികം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, 20 സീറ്റുകളിൽ ഒന്നിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. അതിലപ്പുറത്തേക്ക് ഒരു ഓളവും സൃഷ്ടിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. അദ്ദേഹം വയനാട്ടിൽ വന്ന് റോഡ് ഷോ നടത്തുന്നു. കേരളത്തിൽ എത്ര റോഡ് ഷോ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഇറങ്ങി, നല്ല ക്രമസമാധാനത്തിന്റെ കാര്യമൊക്കെയാണല്ലോ പറഞ്ഞത്, സ്വന്തമായിട്ട് ഇറങ്ങി കോഴിക്കോട് അങ്ങാടിയിൽ ഇറങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കടയിൽ കയറി ആരുടെയും സുരക്ഷയൊന്നുമില്ലാതെ ചായയൊക്കെ കഴിച്ച് ഇറങ്ങി പോകാം, ഏത് ഹോട്ടലിലേക്കും പാഞ്ഞു കയറാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലമാണ്, സുരക്ഷിതമാണ് ഈ കേരളം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സുരക്ഷയൊക്കെ അങ്ങ് ആസ്വദിക്കാം. എന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ കൂടി സഹായകരമാകും. കാരണം എങ്ങനെയായിരിക്കണം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പഠിക്കണമെങ്കിൽ വയനാട്ടിൽ തന്നെയുണ്ട് മാതൃകാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അത് കണ്ടുപഠിക്കുക. എന്നിട്ട് അതുപോലെ ഒന്ന് അമേഠിയിൽ സ്ഥാപിക്കുക. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഒന്ന് കണ്ടുപഠിക്കുക, എന്നിട്ട് അമേഠിയിൽ സ്ഥാപിക്കുക. അതുപോലെ എല്ലാ കാര്യത്തിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവ നിലവാരം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അമേഠിയിൽ അതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പുഴുക്കളെ പോലെ ജീവിക്കുന്ന അമേഠിയിലെ രാഹുലിന്റെ പ്രജകൾക്ക് ഒരു മോചനമാകാൻ അദ്ദേഹം കുറച്ചു ദിവസമെങ്കിലും കേരളത്തിൽ നിന്നാൽ സഹായകമാകും എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഒരു ഓളം ഉണ്ടാകുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ് കേരളത്തിലെ ജനത. ഒരു വ്യക്തിയെയും നോക്കി ആരും വോട്ട് ചെയ്യുന്നില്ല. അവർ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ജീവിതാനുഭവങ്ങൾ വെച്ച് പറയും. ഇടതുപക്ഷവും UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയും. കയ്യിൽ പെൻഷൻ കിട്ടുന്ന പാവങ്ങൾ, 55 ലക്ഷം പാവങ്ങളുടെ കയ്യിലാണ് 5600 രൂപ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നത്. അവർ വോട്ട് ചെയ്യും. മക്കളെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുന്ന ആളുകൾ വോട്ട് ചെയ്യും. ഈ ഇലക്ഷൻ ചൂടും കൊടും ചൂടും നിൽക്കുമ്പോൾ മുന്നിലൊരു തലയ്ക്ക് മുകളിലൊരു ഫാനെങ്കിലും കറങ്ങുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നതുകൊണ്ടാണ്. UDF ആയിരുന്നെങ്കിൽ പവർ കട്ട് ആയിരിക്കുമെന്ന് ജനങ്ങൾക്ക് അറിയാം. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കും. നിങ്ങൾ വാക്കാൽ മോശമാണ് എന്ന് പറഞ്ഞാൽ നടക്കില്ല അഭിലാഷ്. ഒരു കാര്യം പറയാം, നിങ്ങൾ വാക്കാൽ മോശമാണ് എന്ന് പറഞ്ഞാൽ നടക്കില്ല. ശ്രീമതി ലാലി വിൻസെന്റ്, കേരളം ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്, ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണ്, വൈദ്യുത മേഖലയിൽ 1-ാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്താണ്. എല്ലാ കാര്യത്തിലും രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഏജൻസി തന്നെ കേരളത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വാചകത്തിലൂടെ ഇല്ല എന്ന് പറഞ്ഞാലൊന്നും അത് ഇല്ലാതാക്കി കളയാൻ വേണ്ടി കഴിയില്ല. അത് അനുഭവിക്കുന്ന ഒരു ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ആ ഇടതുപക്ഷത്തിന്റെ തരംഗമാണ് കേരളത്തിലുള്ളത്.